മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളവും തമിഴ്നാടും വീണ്ടും നേർക്കുനേർത്തുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. വിജയ് സർക്കാർ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ കേരളം ഒരു ചർച്ചയ്ക്ക് മുന്നോട്ടുള്ള ഒരു പാതയാണ് തുറന്നിടുന്നത്. ഈ ഒരു സാഹചര്യം കേരളത്തെ ആശങ്കപ്പെടുത്തുകയും തമിഴ്നാട് കൂടുതൽ രാഷ്ട്രീയം കളിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കേരളത്തിന് സുരക്ഷയാണെങ്കിൽ തമിഴ്നാട് പറയുന്നത് ഞങ്ങൾക്ക് വെള്ളമാണ് വേണ്ടതെന്ന്. പക്ഷേ ഈ പ്രശ്നം അങ്ങോട്ടോ ഇങ്ങോട്ടോ ചർച്ച ചെയ്ത് പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്നതല്ലെന്ന് ഇരു സംസ്ഥാനങ്ങൾക്കും അറിയാം. ഇവിടെ ഒരു രാഷ്ട്രീയം കളിയാണ് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് TVKയുടെ ഭാഗത്തുനിന്ന് അവരുടെ ആദ്യ ബജറ്റിൽ തന്നെ ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ ഇത് കേരളത്തെ എത്രത്തോളം ആശങ്കപ്പെടുത്തുന്നുണ്ട്? അത് ജീവൻ പറഞ്ഞ പോലെ ഇതിലൊരു രാഷ്ട്രീയ കളി തന്നെയാണ് യഥാർത്ഥത്തിൽ വിജയുടെ പ്ലാൻ. വിജയ് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ 152 അടിയായിട്ട് ഉയർത്തും എന്നാണ് വാഗ്ദാനം ചെയ്തിരുന്നത്. അപ്പോൾ ബജറ്റിൽ പറയുന്നത് 142 അടിയായിട്ട്, അതായത് മുമ്പുണ്ടായിരുന്ന നിലയിലേക്ക് 2014 മറ്റേ സുപ്രീം കോർട്ട് ഓർഡർ പ്രകാരം 142 നിന്നിരുന്നതാണ്. ആ നിലയിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളത് കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞ് 2018 പ്രളയത്തിന് ശേഷമാണ്. പ്രളയത്തിൽ തമിഴ്നാടിനോട് നമ്മൾ കണ്ടാണ് പലവട്ടം അപേക്ഷിച്ചിട്ടും അവരത് കുറയ്ക്കാൻ തയ്യാറായില്ല. പിന്നീട് പ്രളയം ഉണ്ടായി. അതിനുശേഷം കോർട്ടിൽ പോയിട്ട്, സുപ്രീം കോർട്ടിൽ പോയിട്ടാണ് നമ്മൾ അത് കുറച്ച് 139 കുറയ്ക്കാൻ കഴിഞ്ഞത്. ഇനി അത് 142 എത്തിക്കണം എന്നുള്ളതാണ് ഇങ്ങനെ വിജയുടെ പ്ലാന്. ഇത് വിജയ് തെരഞ്ഞെടുപ്പിൽ ഉടനീളം സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. 142 എത്തിക്കണം, അതിനുശേഷം 152 ഉയർത്തണം. ഡാം ബലപ്പെടുത്തി, ബേബി ഡാം ബലപ്പെടുത്തിയാൽ 152 എത്തിക്കാം എന്ന് സുപ്രീം കോടതിൻ്റെ ഒരു അനുമതിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വൻ പ്രചാരണങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രചാരണങ്ങൾക്ക് വലിയ ഫലം ഉണ്ടായി, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വലിയൊരു പ്രത്യേകിച്ച് ഈ വെസ്റ്റേൺ ഗഡ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ തന്നെ അയാൾക്ക് നല്ല ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ കരൂരും പിന്നെ അംബാസമുദ്രം ഒക്കെ അല്ലാതെ അതൊക്കെ കുറച്ചൊന്ന് അങ്ങനെ അടുത്ത് നിൽക്കുന്നുണ്ടെന്നല്ലാതെ ഈ മുല്ലപ്പെരിയാറിൻ്റെ ഗുണം പറ്റുന്ന മണ്ഡലങ്ങൾ അല്ല. പക്ഷേ സ്റ്റിൽ അതൊരു ഈ ക്യാമ്പയിൻ ഒരു പ്രധാനപ്പെട്ട സംഗതി. കാരണം അവിടെ എല്ലാ ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ആളുകളെ കിട്ടുന്ന ഒരു ക്യാമ്പയിനാണ് ഈ മുല്ലപ്പെരിയാർ. എല്ലാ കാലത്തും അവിടെ നമ്മുടെ നാട്ടിലതുപോലെയല്ല. നമ്മുടെ നാട്ടിൽ ഒരാളും കിട്ടില്ല, എൻ്റെ മുല്ലപ്പെരിയാർ പറഞ്ഞുകൊണ്ട് ഒരു വോട്ട് പോലും കിട്ടില്ല. പക്ഷെ തമിഴ്നാടിൻ്റെ കേസിൽ അത് ഒരു വൻ രാഷ്ട്രീയ പ്രശ്നമാണ്. എല്ലാവരുടെയും അറ്റൻഷൻ ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റിയ ഒരു വിഷയമായതുകൊണ്ട് വിജയ് അതിൽ മുറുക്കെ പിടിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നിയമപരമായിട്ടുള്ള പദ്ധതികളിലേക്ക് നീങ്ങുക എന്നല്ലാതെ വിജയ് ഉന്നയിക്കുന്ന രാഷ്ട്രീയത്തിലേക്ക് പോയി ചാടി കൊടുക്കേണ്ട ഒരു അത്യാവശ്യം കേരളത്തിനുണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും സുപ്രീം കോർട്ടിൻ്റെ അനുമതിയില്ലാതെ അങ്ങേർക്ക് 142 എത്തിക്കാൻ കഴിയില്ല. അപ്പോൾ ഇത് ഒരു പ്രഖ്യാപനം, ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം മാത്രമായിട്ട് ഇപ്പോൾ കാണേണ്ടതുള്ളൂ. പക്ഷേ നമ്മൾ തീർച്ചയായും അതിൻ്റേതായിട്ടൊരു ജാഗ്രതയിൽ കേരളം നിൽക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു വസ്തു. ഇപ്പോൾ TVK അല്ലെങ്കിൽ വിജയ് സർക്കാർ പറയുന്നുള്ളത് നിലവിലെ ട്രൈബ്യൂണൽ വിധികളും കോടതി നിർദ്ദേശങ്ങളും നിലവിലെ ചട്ടങ്ങളും അനുസരിച്ച് മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയർത്താനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നാണ്. പക്ഷെ നമ്മളിപ്പോൾ ഇതിനൊപ്പം തന്നെ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വിഷയം ആദ്യം വിജയ് സർക്കാർ മുന്നോട്ട് വെച്ചത് അവരുടെ നയപ്രഖ്യാപന സമ്മേളനത്തിലായിരുന്നു. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയർത്തും എന്ന് അന്ന് അദ്ദേഹം പറയുമ്പോൾ, അല്ലെങ്കിൽ ആ സർക്കാർ പറഞ്ഞപ്പോൾ, പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ കേരളത്തെ അനുവദിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ആ വിഷയം ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ തമിഴ്നാടിൻ്റെ ബജറ്റ് അവതരണത്തിൽ അങ്ങനെ ഒരു നിലപാട് തമിഴ്നാടിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അവർ പറഞ്ഞിരിക്കുന്നത് മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയർത്താൻ വേണ്ടിയിട്ട് തമിഴ്നാട് സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മുൻപ് സ്വീകരിച്ചിരുന്ന ഒരു നിലപാടുണ്ടായിരുന്നു, മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ കേരളത്തെ അനുവദിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. ആ ഒരു നിലപാടിൽ അവർ മയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും കേരളം, ഇപ്പം മോൻസ് ജോസഫ് പറയുന്നുണ്ട്, നമ്മുടെ ജലവിഭവ മന്ത്രി പറയുന്നുണ്ട്, തമിഴ്നാടുമായിട്ട് ചർച്ച നടത്തും, ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ച നടത്തും, വേണ്ടി വന്നാൽ മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്താൻ തയ്യാറാണെന്ന് കേരളം പറയുന്നുണ്ട്. കേരളത്തിന് ഇപ്പോഴും ചർച്ചയുടെ ഒരു പാതയിലാണ് കേരളമുള്ളത്. പക്ഷേ തമിഴ്നാട് എന്ന് പറയുമ്പോൾ സന്ദീപ് പറഞ്ഞല്ലേ, അതിനകത്ത് രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ രാഷ്ട്രീയം കലർത്തുമ്പോൾ എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ കർണാടകയായിട്ടും ഈ വെള്ളത്തിൻ്റെ പ്രശ്നത്തിൽ തമിഴ്നാട് പ്രശ്നം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ വിജയ് മുൻകൈ എടുത്ത് കർണാടകയായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാകുന്നുണ്ട്. അദ്ദേഹം നേരിട്ട് ചർച്ചയ്ക്ക് നടത്തി അതിനൊരു സമന്വയത്തിൽ എത്തിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. ഒരു തുറന്ന പോരിലേക്ക് പോകാതെ
വിജയ് കർണാടകയിലേക്ക് ചെന്ന് DK ശിവകുമാറുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി അദ്ദേഹം താല്പര്യം കാണിക്കുന്നുണ്ട്. അതായത് കർണാടകയായിട്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ തട്ടുകേടില്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് വിജയ് സർക്കാർ ആലോചിക്കുന്നുണ്ട്, അതിന് ശ്രമിക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ കാവേരി വിഷയത്തിലും മേക്കേദാട്ടു ഡാമിൻ്റെ വിഷയത്തിലാണെങ്കിൽ പോലും തമിഴ്നാട് കർണാടകയായിട്ട് ഒരു പ്രശ്നത്തിന് അവർ തയ്യാറാകുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ കോടതിയിലോട്ട് എത്താതെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഭയങ്കര ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ അതേ സ്ഥാനത്ത് കേരളത്തിലോട്ട് വരുമ്പോൾ, ഈ മുല്ലപ്പെരിയാർ വിഷയത്തിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവരങ്ങനെ ഒരു ചർച്ചയുടെ ഒരു സമന്വയത്തിൻ്റെ ഒരു പാതയൊന്നുമില്ല. അവിടെ അവരൊരു പ്രത്യേക ഒരു സ്റ്റാൻഡ് സ്വീകരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇത് അവകാശപ്പെട്ടതാണ്, അത് ശരിയാണ്. അവർക്കിപ്പം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഒരു സംരക്ഷണ ചുമതല അടക്കം തമിഴ്നാട്ടിൻ്റെ കയ്യിലാണ്. ആ ഒരു അധികാരം വെച്ച് അവരൊരു ശക്തമായ തീരുമാനം അല്ലെങ്കിൽ പ്രഖ്യാപനം നടത്തുകയാണ്. അപ്പോൾ ഇത് സംഭവിക്കുന്ന വെച്ചാൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാട് സ്വീകരിക്കുന്നത് ഒരു വാദപ്രതിവാദമല്ല, ഒരു അധികാരത്തിൻ്റെതായ ഒരു അധികാരപ്രയോഗമാണ് നടത്തുന്നത്. പക്ഷേ കാവേരി വിഷയത്തിലെ കർണാടകയായിട്ടാണെങ്കിലും അവരവിടെ ഒരു ചർച്ചകളിലേക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ കേരളമായിട്ട് അവർ ചർച്ചകൾക്ക് തയ്യാറാകുന്നില്ല എന്നൊരു സാധ്യത ഇവിടെ ഇല്ല. ഇതിൽ സംഗതി വെച്ചാൽ ADMK ആണെങ്കിലും DMK ആണെങ്കിലും ഒരിക്കലും ഈ ജലതർക്കങ്ങളിൽ ചർച്ചകൾക്ക് അങ്ങനെ വഴങ്ങി നിൽക്കുന്ന പരിപാടി പൊതുവിലില്ല. അത് അവരുടെ ഒരു നയമായിരുന്നു. ഇപ്പോൾ ഈ വിജയ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് തമിഴ്നാട്ടിൽ വലിയ പ്രശ്നമായിട്ടുണ്ട്. കാരണം കാവേരി വിഷയത്തിൽ അങ്ങനെ ഒരു ചർച്ചയ്ക്ക്, സമവായ ചർച്ചയ്ക്ക് നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞിട്ട് സ്റ്റാലിനും എടപ്പാടി രംഗത്ത് വന്നിരുന്നു. രണ്ടുപേരും അത് വളരെ ശക്തമായിട്ട് എതിർത്തു. ഒരു സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കണം, ഇതൊരു കാരണവശാലും ചർച്ചയ്ക്ക് പോകാൻ പാടില്ല എന്നുള്ള നിലപാടിലാണ് അവർ. അങ്ങനെയായിരുന്നു ഇത്രയും കാലം നിന്നിരുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ കാര്യത്തിലും കർണാടകത്തിൻ്റെ കാര്യത്തിലും അവർ അങ്ങനെ ഒരു പൊസിഷൻ ആയിരുന്നു. പക്ഷേ TVക്ക് അതിൽ നിന്ന് മാറി ഒരു ചർച്ചയുടെ വഴിയിലേക്ക് പോകാം എന്ന് കർണാടകത്തിൻ്റെ കാര്യത്തിൽ തീരുമാനിച്ചിരുന്നു. ഒരുപക്ഷെ ആ കാര്യമായിട്ട് ഇതുപോലെ ചോദ്യം ചെയ്യപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കേരളവുമായും ഒരുപക്ഷെ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് സമവായത്തിനും നിൽക്കാൻ സാധ്യത നമുക്ക് ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. എന്താണെങ്കിലും പക്ഷേ തമിഴ്നാട്ടിലത് വളരെ ശക്തമായിട്ട് എതിർക്കപ്പെട്ടു. അങ്ങനെ സമവായ പദ്ധതി നടക്കില്ല എന്നുള്ളൊരു സംഗതിയിലേക്ക് വന്നു. പിന്നീട് നമ്മൾ മനസ്സിലാക്കിയാണ് മറ്റുള്ള ജനനായകൻ അവിടെ നിരോധിക്കുന്നു, മറ്റ് അങ്ങനെ 100 പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ ഇതിൽ തമിഴ്നാട് ഇനി വിജയെ സംബന്ധിച്ച് വിജയ് ഒരു ദുർബലനാണ് എന്നുള്ളൊരു പ്രചാരണം തടയുക എന്നുള്ളതായിരിക്കും വിജയുടെ ഒരു പ്രധാന. അതിനുവേണ്ടിയായിരിക്കും മുല്ലപ്പെരിയാർ വിഷയം ഇത്ര ശക്തമായിട്ട് എടുത്തിരുന്നതിൻ്റെ കാരണം അദ്ദേഹം ശക്തനായൊരു ഭരണാധികാരിയാണ്, സമവായ ചർച്ചയ്ക്ക് നിൽക്കുന്നവനല്ല. കാരണം അങ്ങനത്തെ ഒരു പ്രതിച്ഛായ പുറത്ത് വരുമെന്ന് അങ്ങനെ ഭയന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സംഗതി കൂടിയാണ്. പിന്നെ തെരഞ്ഞെടുപ്പും, ഇത് 2 കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ സംബന്ധിച്ച് ഒരു ശക്തൻ എന്നുള്ള ഇത് മീഡിയ ഇതുവരെ കണ്ടിട്ടില്ല. വിജയ് ഇതുവരെ മീഡിയ കാണാൻ കൂട്ടാക്കിയിട്ടില്ല. ശക്തമായ നിലപാട് ഭയങ്കര ശക്തനായിട്ടുള്ള തമിഴ്നാട്ടിലെ ചരിത്രത്തിൽ എല്ലാ കാലത്തും ശക്തമായ മുഖ്യമന്ത്രിമാരാണ്. അതെങ്ങനെ വേണം. അപ്പോൾ മീഡിയ കാണായിക എന്നുള്ളതിൻ്റെ സംഗതിൻ്റെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ നമുക്ക് ഉദാഹരണങ്ങളുണ്ട്. നരേന്ദ്രമോദി മീഡിയ കാണാറില്ല. പിണറായി വിജയൻ മീഡിയയോട് കാണാറുണ്ടെങ്കിൽ പോലും ഒരു അകൽച്ച സൂക്ഷിച്ചിട്ട് ആ ഒരു പവർ അദ്ദേഹം നിലനിർത്തിയിരുന്നു. സമാനമായിട്ടുള്ള ഒരു സംഗതിയാണ് ഇങ്ങേരും. ഇതുവരെ മീഡിയ കണ്ടിട്ടില്ല. അദ്ദേഹം കാണുന്നെങ്കിൽ ഡയറക്റ്റ്ലി പൊതുവേദിയിൽ വെച്ച് ജനങ്ങളെ കാണുന്നു. അതും വളരെ കുറച്ച് സമയമാണ് ഇങ്ങേര് വന്നിട്ടുള്ളത്. അപ്പോൾ ഈയൊരു ശക്തനായ ഭരണാധികാരി എന്ന ഒരു പ്രതിച്ഛായ സൃഷ്ടിക്കാൻ കൂടി അങ്ങേര് ശ്രമിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണണം. അതും ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പ്രശ്നമായിട്ട് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വിജയ് സൃഷ്ടിക്കുന്ന വിജയുടെ അജണ്ടകളുടെ മേലെ നമ്മൾ അനാവശ്യമായി പോയി ചാടേണ്ടതില്ല. എന്നാൽ നമ്മൾ എടുക്കേണ്ട നിലപാടുകൾ എടുക്കുകയും വേണം. കേരളം പൊതുവിൽ ഇപ്പോൾ അങ്ങനെയാണ് എടുക്കുന്നതെന്നാണ് തോന്നുന്നത്. കാരണം മോൻസ് ജോസഫ് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിലപ്പുറത്തേക്ക് ആരും ഇതിൻ്റെ മേലെ വലിയ വൈകാരികത, അവിടെ ഉണ്ടാകുന്ന പോലെ വലിയ വൈകാരിക പ്രക്ഷോഭമൊന്നും എന്താണെങ്കിലും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ സന്ദീപ് പറഞ്ഞ പോലെ ഈ വൈകാരികത എന്ന് പറയുമ്പോൾ പോലും തമിഴ്നാട് ഈ വിഷയത്തിൽ സർക്കാർ ഇങ്ങനെ മുല്ലപ്പെരിയാറിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോഴും ഇപ്പം DMKയുടെ ഭാഗത്തുനിന്നും കാര്യമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല. DMKയുടെ ഭാഗത്തുനിന്ന് കാര്യമായ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ പ്രത്യേകിച്ച് DMK ഈ കഴിഞ്ഞ അവരുടെ സർക്കാർ സ്റ്റാലിൻ്റെ കാലത്ത് മുല്ലപ്പെരിയാർ വിഷയം വളരെ ഒരു സംശയത്തോടെ കൈകാര്യം ചെയ്ത ആളാണ്.
ഈ പ്രശ്നം ഒരിക്കലും ഊതി പെരുപ്പിക്കാതെ കേരളവുമായിട്ട് രമ്യതയിൽ പോവുക, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചർച്ചയിലൂടെ പരിഹരിക്കുക എന്നുള്ള ഒരു പാത സ്വീകരിച്ചാലാണ് സ്റ്റാലിൻ. അതിനു മുമ്പ് നമുക്ക് കണ്ടിട്ടുണ്ട്, ജയലളിതയുടെ സർക്കാരിൻ്റെ കാലത്താണ് മുല്ലപ്പെരിയാർ വിഷയം കൂടുതൽ കത്തി നിന്നതും സുപ്രീം കോടതി കയറിയതും കോടതിയിൽ നിന്ന് പലതവണ ഉത്തരവുകളും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അതിനുശേഷം നമ്മൾ കണ്ട സർക്കാരുകളൊക്കെ മാറി വന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന് DMK വന്നു, ഇപ്പം വിജയുടെ സർക്കാർ വന്നു. പക്ഷേ ആ സ്റ്റാലിൻ്റെ സർക്കാർ സ്വീകരിച്ച നയമല്ല വിജയ്. അവിടെയാണ് ഇപ്പോൾ സന്ദീപ് പറഞ്ഞ പോലെ അദ്ദേഹം രാഷ്ട്രീയം കളിക്കുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നത്. പക്ഷേ ഇപ്പോൾ മുല്ലപ്പെരിയാറിൽ ഈ വിഷയം എടുത്ത് ഉപയോഗിക്കേണ്ട സാഹചര്യമൊന്നും നിലവിൽ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വരാൻ പോകുന്ന ഇലക്ഷൻ മാത്രമാണ്. ആ ഇലക്ഷൻ കണ്ടുകൊണ്ട് മാത്രമാണ് മുല്ലപ്പെരിയാർ വിഷയം എടുത്തിട്ടുള്ളത്. അല്ലാതെ ഇപ്പം ഇവിടുന്ന് ഇപ്പം അളവിലും കൂടുതൽ വെള്ളം അവർ കൊണ്ടുപോകുന്നുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ലീക്കേജ് വാട്ടർ ആയിട്ട് തന്നെ നല്ലൊരു ശതമാനം വെള്ളം തമിഴ്നാട്ടിൽ ഇപ്പോഴും കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ മോൻസ് ജോസഫ് പറയുന്നുണ്ട്, നമ്മളുടെ ഇപ്പോഴത്തെ നിലപാടും കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് വെള്ളം എന്നാണ് അദ്ദേഹം ഇന്നും നിലവിൽ ഇപ്പോഴും പറയുന്നുണ്ട്, കേരള സർക്കാർ പറയുന്നുണ്ട്. ആ ഒരു രീതി തന്നെയാണ് ഉള്ളത്. കാരണം വെച്ചാൽ കേരളത്തിന് ആവശ്യം സുരക്ഷയാണ്, തമിഴ്നാട്ടിന് വേണം വെള്ളമാണ്. അത് തന്നെയാണ് തമിഴ്നാട്ടിലുള്ളത്. പക്ഷേ ഇവിടെ വിജയ് രാഷ്ട്രീയം കളിക്കും തോറും ഇത് തമിഴ്നാട്ടിൽ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് പറയാം, ഒരു പക്ഷേ വേണമെങ്കിൽ ഈ വിഷയം വീണ്ടും ഊതി കത്തിവയ്ക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ വിഷയം വെച്ച് വിജയ് നേട്ടം ഉണ്ടാക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും DMKയുടെ ഭാഗത്ത് നിന്ന് കാര്യമായ പ്രതികരണം ഉണ്ടായിട്ടില്ലെങ്കിലും അണ്ണാ DMKയുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയം ഏറ്റുപിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു സമ്മർദ്ദത്തിലാവുന്ന സാഹചര്യമുണ്ട്. ഇങ്ങോട്ട് ഒരിക്കലും ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് വിജയ് വരില്ല. കാവേരി വിഷയത്തിൽ വിജയ് കർണാടകയായിട്ട് ചർച്ചയ്ക്ക് അങ്ങോട്ട് പോകും. ഇപ്പം DK ശിവകുമാറിൻ്റെ സമയവും സന്ദർഭവും നോക്കി കാത്തിരിക്കും, അദ്ദേഹത്തിന് വേണ്ടി സമയം ചോദിച്ച് പിന്നാലെ നടക്കും. പക്ഷേ ഈ വിഷയത്തിൽ VD സതീശനോട് സമയ സാഹചര്യങ്ങളോ ചോദിക്കുകയോ പിന്നാലെ പോകുമൊന്നുമില്ല. നമ്മൾ തന്നെ കേരളം തന്നെ തമിഴ്നാട് സർക്കാരിന് പുറകെ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിഷയം വീണ്ടും കോടതി കയറുമ്പോൾ കേരളത്തിനാണ് നഷ്ടം ഉണ്ടാകുന്നത്. കാരണം നഷ്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു തലവേദനയൊക്കെയാണ്. നമുക്ക് പ്രത്യക്ഷത്തിൽ നോക്കാൻ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന് തോന്നും. പക്ഷേ ഇതിൽ ജനങ്ങളിൽ ഒരു ആശങ്ക ഉണ്ടാക്കും, ജനങ്ങളിൽ എപ്പോഴും ഒരു പരിഭ്രാന്തി ഉണ്ടാക്കും. അതുപോലെ തന്നെ ഇത് എപ്പോഴും ഒരു കോടതി വ്യവഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തീരുന്ന ഒരു നടപടിക്രമങ്ങളല്ല. അതിൻ്റെ പിന്നാലെ ഉണ്ടാകുന്ന പൊല്ലാപ്പുകളും എപ്പോഴും ഒരു സർക്കാരിനെ സംബന്ധിച്ച് വളരെ ആശങ്കപ്പെടുത്തും. നമ്മൾ കണ്ടിട്ടുണ്ട്, ഇതിനു മുമ്പായിരുന്നെങ്കിൽ പോലും ഈ മുല്ലപ്പെരിയാർ വിഷയം നമ്മുടെ കേരള സർക്കാരിനെ വല്ലാതെ പിടിച്ചു വിളച്ചൊരു കാര്യം തന്നെയാണ്. തമിഴ്നാട് സർക്കാർ അത് വളരെ മികച്ച രീതി ഹാൻഡിൽ ചെയ്തപ്പം കേരളത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒത്തിരി വീഴ്ചകളുണ്ടായി. ആ സുപ്രീം കോടതി ചെന്നപ്പോഴും നമ്മളത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ വിധികളിൽ പോലും കേരളത്തിന് പലപ്പോഴും ശക്തമായ തിരിച്ചടി ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു സാഹചര്യം എല്ലാം വിജയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുമുണ്ട്. അത് മുന്നിൽ കണ്ടാണ് ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നൊരു മികച്ച രാഷ്ട്രീയ ആയുധമായിട്ട് മുല്ലപ്പെരിയാറിനെ അദ്ദേഹം എടുത്ത് മുന്നോട്ട് അവതരിപ്പിക്കുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഇതിലെന്തായാലും കേരളം വളരെ സമചിത്തതയിലാണ് എല്ലാ കാലത്തും ഇതിനെ നേരിട്ടിട്ടുള്ളത്. അതുതന്നെയായിരിക്കും കേരളത്തെ സംബന്ധിച്ച് ബുദ്ധി. കാരണം കേരളത്തിൽ ഇതൊരു വോട്ട് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടില്ല, അതാവാനും പോകുന്നില്ല. ആളുകൾ അത്രയൊക്കെ പീഡിപ്പിച്ചാൽ കേരളത്തിൽ ഇതിൻ്റെ പേരിലൊരു വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിയുന്ന കേസ് സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷം ഉണ്ടായാൽ അതിൽ നഷ്ടം വരാൻ പോകുന്നത് മലയാളികൾക്കാണ്. കാരണം മലയാളികളാണ് തമിഴ്നാട്ടിൽ, തമിഴർ ഇവിടെ ഉള്ളതിനേക്കാൾ അധികം മലയാളികളാണ്. അവിടെ ഒരുപാട് ബിസിനസ്സുകളുണ്ട്. അപ്പോൾ അതൊക്കെ മലയാളികൾക്ക് തന്നെയാണ് നഷ്ടം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ ഈ പ്രകോപനങ്ങളിൽ വീഴാതിരിക്കുക എന്നുള്ളത്. കാരണം ഇപ്പോൾ തൽക്കാലം TVK മാത്രമേ ഉള്ളൂ. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ADMK ഇറങ്ങാൻ എല്ലാ സാധ്യതയുണ്ട്. കാരണം ADMKയുടെ കയ്യിൽ നിന്നാണ് ഈ പറയുന്ന ദിണ്ടിഗൽ വരെയുള്ള മധുരൈ ആ ഭാഗത്ത് നിന്നൊക്കെയുള്ള മണ്ഡലങ്ങളിൽ വലിയ തോതിൽ തേനി, കമ്പം വലിയ തോതിൽ ഇവർ പിടിച്ചെടുത്തിട്ടുള്ളത് ADMKയുടെ മണ്ഡലങ്ങളാണ്. അപ്പോൾ ADMKയെ സംബന്ധിച്ച് ആണ് വലിയ നഷ്ടം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വിഷയം കത്തിച്ച് നിർത്തേണ്ട ഒരു ആവശ്യകത വന്നാൽ ഇവർ രണ്ടു കൂട്ടരും രംഗത്തിറങ്ങും. അതിലേക്ക് നമ്മൾ പോയി ഏതെങ്കിലും തരത്തിൽ ആ പ്രകോപനത്തിൽ വീണാൽ അത് വൻ നഷ്ടം നമുക്ക് പലതരത്തിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മുല്ലപ്പെരിയാർ വിഷയം അപ്പം വീണ്ടും സജീവമാവുകയാണ്. ഇനി കേരളവും തമിഴ്നാടും ഈ വിഷയത്തെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളതാണ് ഇനി കണ്ടിരിക്കേണ്ട ഒരു കാര്യം. കേരളം ചർച്ചയ്ക്ക് തയ്യാറാകുമെന്ന് അറിയിച്ചു കഴിഞ്ഞു. പക്ഷേ തമിഴ്നാടിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയുള്ള ഒരു ചർച്ചയുടെ മനോഭാവം ഇതുവരെ ഉണ്ടായിട്ടില്ല. വരും ദിവസങ്ങളിൽ അതിനുള്ള സാധ്യത കേരളത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. കാരണം വെച്ച് കഴിഞ്ഞാൽ വിഷയം പരിഹരിക്കുക എന്നുള്ളത് കേരളത്തിന് മാത്രമായിട്ടുള്ളൊരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഇനിയുള്ള ദിവസങ്ങൾ എന്താകും രാഷ്ട്രീയ എന്ന് നോക്കിക്കാണും.